നമസ്കാരം. ഞാൻ ഡോക്ടർ രമേശ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോൻട്രോളജി വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. എല്ലാ വർഷവും ജൂലൈ 28-ന് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഈ വർഷം 2021 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ക്യാൻ വെയിറ്റ് എന്നാണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖത്തിന് ഇനി കാത്തിരിക്കാൻ സാധിക്കില്ല, നമ്മൾ ഹെപ്പറ്റൈറ്റിസിനെ ചെറുക്കാനുള്ള മുൻകരുതൽ എടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖത്തിന് മലയാളത്തിൽ വ്യക്തമായ പരിഭാഷയില്ല. നമ്മൾ സാധാരണ ഇതിന് പരിഭാഷയായി ഉപയോഗിക്കുന്ന മഞ്ഞപ്പിത്തം എന്ന പദമാണ്. മഞ്ഞപ്പിത്തം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് രക്തത്തിൽ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലായി കാണപ്പെടുക, അതിനെ തുടർന്ന് കണ്ണിലും മൂത്രത്തിലും മഞ്ഞ കളർ വരിക എന്നുള്ളതാണ്. ഇത് ഹെപ്പറ്റൈറ്റിസ് എന്ന വൈറസിൻ്റെ ഇൻഫെക്ഷൻ മൂലമല്ലാതെയും മറ്റ് പല അസുഖങ്ങളിലും സാധ്യമാണ്. ഉദാഹരണത്തിന് കരൾ വീക്കം, രക്തദോഷ്യം, കരളിൽ ക്യാൻസർ വരിക, പാൻക്രിയാസ്, പിത്തക്കുഴൽ തുടങ്ങിയവയുടെ ക്യാൻസർ, പിത്തക്കുഴലിൽ വരുന്ന കല്ലുകൾ തുടങ്ങിയവയുടെ ആ അസുഖങ്ങൾ മൂലവും രോഗി മഞ്ഞപ്പിത്തമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയേക്കാം. എന്നാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് സമൂഹത്തിൽ കാണുന്നതുകൊണ്ട് സാധാരണയായിട്ട് മഞ്ഞപ്പിത്തത്തിന് വൈറൽ ഹെപ്പറ്റൈറ്റിസിനും ഒരേപോലെയാണ് രോഗികൾ കണക്കാക്കുന്നത്. പ്രധാനമായും 5 വൈറസുകളാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇവയെ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ABCDE എന്ന വൈറസുകളായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ദീർഘകാലം മനുഷ്യ ശരീരത്തിൽ തങ്ങി നിൽക്കാൻ കഴിവുള്ള വൈറസാണ്. ഇതിന് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി എന്നറിയപ്പെടുന്നു. വളരെ വർഷക്കാലം മനുഷ്യ ശരീരത്തിൽ നിന്നാൽ ഈ വൈറസുകൾക്ക് കരളിൻ്റെ സിറോസിസും കരൾ ക്യാൻസറും ഉണ്ടാക്കാൻ കഴിവുള്ള വൈറസുകളാണ്. ആയതിനാൽ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് അവയെ ചെറുക്കാനും അവയെ ചികിത്സിക്കാനുമുള്ള മുൻകരുതൽ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതാണ്. ചിലപ്പോൾ ലക്ഷണമില്ലാതെ ശരീരത്തിൽ തങ്ങുന്ന ഈ വൈറസ് നമ്മൾ വൈറസിനെ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അവയുണ്ടെന്നുള്ള രോഗനിർണയം നടത്താൻ സാധിക്കുകയുള്ളൂ. രോഗനിർണയം നടത്തുകയും ഫലപ്രദമായി ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിൽക്കാലത്ത് കരൾ സിറോസിസ്, കരൾ ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങൾ വരാതെ പൂർണ്ണമായും തടയാൻ വേണ്ടി നമുക്കിന്ന് സാധിക്കുന്നതാണ്. അനവധി മിഥ്യാധാരണകൾ മഞ്ഞപ്പിത്ത രോഗത്തെക്കുറിച്ചുണ്ടെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചിട്ടയായ നിർദ്ദേശപ്രകാരം നിശ്ചിത ഇടവേളയിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ അപാകതയുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെയും സി വൈറസിനെയും ചികിത്സിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് വഴി പിൽക്കാലത്ത് വരുന്ന കരൾ വീക്കം, കരൾ ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ വർഷം ലോകാരോഗ്യ സംഘടന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ 2021 കോവിഡ് മഹാമാരി നമ്മുടെ സമൂഹത്തിൽ ആഞ്ഞടിക്കുമ്പോഴും ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം 9 ലക്ഷം രോഗികൾ ഒരു വർഷം ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള അസുഖം കാരണം മരണമടയുന്നതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് ഓരോ 30 സെക്കൻഡിലും ഒരു മരണം വീതം ഹെപ്പറ്റൈറ്റിസ് മൂലം സംഭവിക്കുന്നതായിട്ടാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കിയിരിക്കുന്നത്. അതിനാൽ ഇനി ഹെപ്പറ്റൈറ്റിസ് ചികിത്സയ്ക്ക് വേണ്ടി അധികം കാത്തു നിൽക്കരുത്, രോഗനിർണയത്തിന് അധികം കാത്തു നിൽക്കരുത്. ഈ നിർദ്ദേശമാണ് ഈ വർഷം ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വച്ചിരിക്കുന്നത്. സമൂഹത്തിൽ ഈ രോഗമുണ്ടായിട്ട് നമ്മുടെ ഇടയിൽ രോഗമുണ്ടെന്ന് അറിയാതെ ജീവിക്കുന്ന ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ നടത്തുക. ടെസ്റ്റുകൾ നടത്തിയവരിൽ രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ രോഗം മൂർച്ഛിക്കുന്നവരെ കാത്തിരിക്കാതിരിക്കുക. രോഗമുണ്ടെന്നറിയുന്ന അമ്മമാരിൽ ഉടൻ ചികിത്സ ലഭ്യമാക്കുക. അതുമൂലം കുട്ടികളിലേക്ക് അസുഖം പടരാതെ തടയുക. കുട്ടികളിൽ ഈ അസുഖമുണ്ടെന്ന് കണ്ടാൽ ഉടൻ ചികിത്സിക്കാൻ ഉള്ള സംവിധാനം ഒരുക്കുക. ജനിക്കുന്ന കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസ് വരാതെ തടയാനുള്ള വാക്സിനേഷൻ ചെയ്യുക. നമ്മുടെ വിവിധ സാമൂഹ്യ സംഘടനകൾ അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന സോഷ്യൽ ഓർഗനൈസേഷൻ തുടങ്ങിയവരെ ഈ അസുഖത്തിനെതിരെ പ്രവർത്തിക്കാൻ ബോധവൽക്കരിക്കുക. നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ്, ഗവൺമെൻറ്, പോളിസി മേക്കേഴ്സ് തുടങ്ങിയവരെ ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക. ഹെപ്പറ്റൈറ്റിസ് തടയാനുള്ള വ്യക്തമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് 2021 ജൂലൈ 28 ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ
ആചരിക്കുന്നു.